ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്നാ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക്. ഇന്ന് ചെറിയ പെരുന്നാളായിട്ട് നമുക്ക് ഖദീജ ചേച്ചിയും റിയാൻ ചേച്ചിയും പായസം കൊടുത്തത്. ഞാൻ ഈ പായസം കുടിച്ചിട്ട് ഇരിക്കുന്നത്. രാവിലെ തന്നെ പായസം കൊടുത്തത്. ഖദീജ ചേച്ചി രാവിലെ 8 മണിയാകുമ്പോൾ അങ്ങോട്ടും കൊടുത്തതിന് പായസം റന. നമ്മൾ എണീക്കുന്നതിനിടയ്ക്ക് റന വന്നിട്ട് ബെല്ലടിച്ചിട്ട് പായസം ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചെറിയ പെരുന്നാളായി നമുക്ക് എല്ലാ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുത്തരും. രജ റെഡിയെല്ലാം ആയിട്ട് പുതിയ ഡ്രസ്സിലിട്ടിട്ട് പായസം കൊടുത്തന്നെ നമുക്ക്. അതായത് റിയാൻ ചേച്ചിൻ്റെ പായസത്തിൽ ഖദീജ ചേച്ചിൻ്റെ പായസം. നീ ആ പായസം കുടിച്ച് അവരെ ചായ കുടിച്ച് കഴിഞ്ഞപ്പാട് നമ്മൾ പായസം കുടിച്ചേ. എപ്പവും പിന്നെ പാൽപ്പായസം ഇഷ്ടമാണ്. സേമിയ പായസം വെക്കുന്ന പറയുമ്പോൾ പിന്നെ പ്രഥമൻ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. സേമിയ പായസം കിട്ടിയപാട് വന്ന് ഞാൻ വേഗം ചായ കുടിച്ചിട്ട് പായസം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പെരുന്നാളായി നമുക്ക് എന്തെല്ലോ കിട്ടും. നോമ്പ് തുടങ്ങിയാൽ അങ്ങനെ എന്തെല്ലോ കടിയെല്ലാം ആക്കിയിട്ട് അവർ തരത്തേണ്ടത് നമുക്ക്. എല്ലാരും കൊണ്ട് കൊടുക്കാൻ കടിയെല്ലാം ആക്കിയിട്ട് കൊണ്ട് കൊടുക്കാൻ. ഇപ്പൊ ഇന്ന് പെരുന്നാളായതുകൊണ്ട് നമുക്ക് വേഗം പായസം വെച്ചിട്ടുണ്ട്. ബിരിയാണി എല്ലാം ആക്കിയിട്ട് കൊണ്ട് തരത്തുണ്ട്. നമ്മൾ ചിക്കൻ ബിരിയാണി തിന്നില്ല, മറ്റേ ബീഫ് ബിരിയാണി ഒന്നും തിന്നില്ല. നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കിയിട്ട് നമുക്ക് കൊണ്ട് തരത്തുണ്ട്. ഖദീജ നല്ല ചൂടുള്ള ബിരിയാണി. ഇത് ഖദീജ ആക്കി അച്ചാറാണ്. ബിരിയാണിയും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. അതൊന്ന് ഇനി തിന്നാൻ പോയിന്ന്. സൂപ്പർ. സൂപ്പറാണ്. ചേച്ചി അച്ചാർ മാങ്ങയച്ചാർ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയും നമുക്ക് അതുപോലത്തെ മാങ്ങയച്ചാറാക്കി തരുമായിരുന്നു. ഇവര് വന്ന് ഖദീജേച്ചിന്റെ അച്ചാറ് നല്ല രസമുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ഖദീജേനെ ഫോൺ വിളിച്ച് വെച്ചത്. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെയെല്ലാം ആക്കണ്ടേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ആക്കി നോക്കാം. അപ്പൊ മാങ്ങ പിന്നെ അന്നേരം എല്ലാം കൊണ്ടു തന്നിനേന്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിനേന്. അതുകൊണ്ട് വേഗം ആക്കാൻ കഴിഞ്ഞു. എന്നിട്ട് മാങ്ങ കടിയങ്ങ് പോണ്ടേ, അവൾ കൊണ്ടു തന്ന മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ച് വേഗം ആ അച്ചാറാക്കാന്ന്. അപ്പം ഇവള് പറഞ്ഞ് കുറച്ച് വാട്ടണം എന്നാണ്. ഞാൻ വെച്ചാൽ അടുപ്പത്ത് വെച്ച് വാട്ടിയിട്ട് കടുവും എല്ലാം വറുത്തിടാന്ന് ചോദിച്ചു. കടുവും കറിവേപ്പിലയും വറുത്തിടണം എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത് ചെറുങ്ങനെ ചൂടാകേ വേണ്ടെന്നാണ്. അപ്പം ഞാൻ വെച്ച് ചെറുങ്ങനെ ചൂടാക്കിയിട്ട് ആക്കി നോക്കാമെന്ന് ചോദിച്ചു. ആക്കി നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. മുറിച്ചിട്ട് ചെറുങ്ങനെ ചൂടാകുകയും വേണ്ടെന്നാണ്. ഞാൻ ചെറുങ്ങനെ ഇളഞ്ഞ് ചൂടാക്കാം. അപ്പടെ മുറിച്ചിട്ടൊക്കെ ഇണ്ണം തന്നെ അടുപ്പത്ത് വെച്ചിന്. എൻ്റെ സ്വഭാവമാണ് എന്ത് പാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം അത് അടുപ്പത്ത് വെക്കും. കോപ്പി ആയാലും വേഗം വറുത്തിടാൻ വേണ്ടിയിട്ട് കോപ്പി വെക്കുക. ചായ ആക്കാനും വേഗം കപ്പിൻ്റെ അകത്ത ചായ വെക്കുക. എന്നിട്ട് പിന്നെ ഇത് തേച്ച് കഴുകൽ വൃത്തിയാക്കലും പണിയായിരിക്കും. ചായയെല്ലാം വെച്ച കപ്പിൻ്റെ അകത്ത് വേഗം വെച്ച കറ കെട്ടൂലേ, എന്നാൽ വേഗം കപ്പിലെ വേഗം വെക്കുക. ആരെങ്കിലും പറഞ്ഞാൽ വേഗം കപ്പിൽ വേഗമാവുമല്ലോ, വേഗം കപ്പിൽ വെക്കും. അതുപോലെ ആ കിണ്ണത്തിൽ വേഗം കിണ്ണത്തിൽ മുറിച്ചിട്ട് ആ കിണ്ണം തന്നെ വേഗം അടുപ്പത്ത് വെച്ച്. ഖദീജ അച്ചാറാക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ ചെറുങ്ങനെ മാങ്ങ മുറിച്ചിട്ടിട്ട് പിന്നെ അച്ചാർ പൊടിയും ഉപ്പും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് കുറച്ച് സമയം പെരക്കിയിട്ട് ലേശം ഇറുക്കി ഉരിച്ചിട്ട് വെച്ചോന്നാണ് പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലേശം ചൂടാക്കിയിട്ട് പിന്നെ കടുവും വെളുത്തുള്ളി അല്ല കറിവേപ്പിലയും കൂടി വറുത്തിടുക. എന്നിട്ട് കുട്ടിക്കൊന്ന് പറഞ്ഞു അങ്ങനെ ആക്കി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ അച്ചാറിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കടുവും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് അപ്പോൾ കടുവ് എല്ലാം വറുത്തിട്ട് പിന്നെ ഇത് തണിഞ്ഞിട്ട് അമ്മ കുപ്പിയിലാക്കി വെച്ചാൽ നീയും ടെഞ്ചും അത് പെട്ടെന്ന് തീർക്കും. 2 ദിവസം കൊണ്ട് ഇത് തീർക്കുമല്ലോ. അവർക്ക് അച്ചാർ വിചാരിച്ചാൽ അങ്ങനെ ഇതാണ്. മാങ്ങ അച്ചാർ പച്ചക്കറി തിന്നൊന്നുമില്ല, ഇങ്ങനെ അച്ചാറാക്കി കൊടുത്ത് തിന്നും. തന്നിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. എന്നാൽ കുറച്ച് എടുക്കാറ്. ഇപ്പുറം വെച്ചാൽ വേഗം പൂത്ത് പോയിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ഫ്രിഡ്ജിൽ നിന്ന് ലേശം നമ്മൾ എടുക്കലാണ്. നമ്മൾ ഖദീജ ചേച്ചിൻ്റെ ബിരിയാണിയെല്ലാം തിന്നിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് സുമയ്യ ചേച്ചി ബിരിയാണി കൊടുത്തിട്ട് ഫാത്തി. സുമയ്യ ചേച്ചിൻ്റെ ബിരിയാണി ഞാൻ കാണിച്ചത് അല്ല, ഇതാണ് സുമയ്യ ചേച്ചിൻ്റെ ബിരിയാണി. വായുതേച്ചിൻ്റെ അടുക്ക ബീഫ് ബിരിയാണിയാണ്. ബീഫ് നമ്മൾ തിന്നാത്തതുകൊണ്ട് വായുതേച്ചി നമുക്ക് ഇളനീരിൻ്റെ എന്തോ പഴുപ്പെന്തോ ഇതാക്കിയിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് കൊണ്ടുത്തന്നുണ്ട്. നമ്മളിതാ
നമ്മൾ ചോറിന് പാടായതുകൊണ്ട് ഇത് കുടിച്ചില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, വൈകുന്നേരം കുടിക്കാം. എല്ലാം തിന്ന് വളരെ ഫുള്ളായി. അപ്പോൾ ഞാൻ പുളിങ്കറിയും പിന്നെ ചോറും കറിയെല്ലാം ആക്കിയിരുന്നു. അത് ബാക്കി തന്നെയായി. ഇവർ ബിരിയാണി എല്ലാം തിന്നോണ്ട് അത് ചോറ് അങ്ങനെ തന്നെ ആയി. രാത്രിക്ക് തിന്നേണ്ട ബിരിയാണി ഇടിയുണ്ട്. ചോറ് എനിക്ക് നാളെ തിളപ്പിക്കേണ്ടി വരും. പിന്നെ എല്ലാ ചോറും ഞാൻ ബത്തൊക്കെ ഉണ്ട്. ഞാൻ തിന്നിട്ട് അച്ഛനിവിടെ നല്ല വണ്ടിയെല്ലാം വൃത്തിയാക്കി നല്ല കളറാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ കഴുകുന്നുണ്ട് അച്ഛൻ. രാവിലെ അച്ഛൻ എന്തെങ്കിലും വണ്ടീനെ റിപ്പയർ ചെയ്യലേനും ഇപ്പം നല്ല നിറാക്കി ഉള്ളെല്ലാം കഴിയുന്നച്ഛൻ വണ്ടി നല്ല സ്റ്റൈലാക്കി വെച്ചച്ഛൻ. അമ്മേൻ്റെ ഇടുന്ന അട്ടത്ത് വിറകെല്ലാം വാരി വെക്കാൻ പോന്നു. മഴ വരുന്നതിനിടയ്ക്ക് വിറകെല്ലാം ആക്കി വെക്കാൻ പോന്നു. അപ്പൊ കുറച്ച് വിറകുണ്ടായിനി. അച്ഛനും അമ്മയും കൂടി അതെല്ലാം പൊറുക്കി വെച്ച് നമ്മളും കൂടീനെ കണ്ട. എല്ലാ കൊല്ലം അട്ടെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി വെക്കും. നീയാ ഇതാ ഇങ്ങനെ കാട്ടാക്കി വെക്കും. എന്തെല്ലോ പണിയെടുത്ത് വെക്കും. ഇത് പിന്നെ കാട്ടെന്നല്ല, ഇവിടെ എല്ലാം വൃത്തിയിൽ പൊറുക്കി വെച്ചിനി. കഴുകി വെച്ചാ മഴ പെയ്ത് ചാടി മണ്ണായി ചുമരിന്റെ മണ്ണ്. ഇവള് ചോറും കളിയും കളിക്കലാന്ന് ഇടുന്നു. ആ ചോറും കറിയെല്ലാം വെച്ചിട്ട് ഒറ്റക്കെ കളിക്കുള്ളൂ. അതിൻ്റെ നല്ല കസേരയെല്ലാം എടുത്ത് കൊണ്ടുവച്ചതാ. കസേരമെല്ലാം ഇരുന്നിട്ടുള്ള കളിയാണ്. ഇവിടെ ഒറ്റക്കെ കളിക്കൂലും, വേറെ ആരെപ്പോഴും കളിക്കൊന്നുമില്ല. ഞാൻ ഒറ്റക്ക് ഇരുന്നിട്ട് ചോറും കറിയും വെച്ച് കളിക്കും. വെയിൽ കൊള്ളലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് ഇപ്പം 2-3 ദിവസം അതിൻ്റെ ഉള്ളിൽ കളിക്കാറ്. നല്ല കയ്യിലെല്ലാം ആക്കിയതാ. കയ്യിലുണ്ട് ഇച്ചൂളിനെ കൊണ്ട്. ഇച്ചൂളിയല്ല ഇതെന്നാന്ന് കല്ലുമ കൈൻ്റെ ഇതാ. അങ്ങനത്തെ 2 കയ്യിൽ അമ്മ ആക്കി തന്നെ നോക്കിയത്. ഇത് ചിരട്ടക്കയ്യിൽ. ഇവള് പിന്നെ കൊള്ളീനെ കൊണ്ട് എന്തോ ആക്കാൻ നോക്കി. അപ്പം ഞാൻ പറഞ്ഞ് നമ്മൾ പണ്ട് ഇച്ചൂടീനെ കൊണ്ട് ഇങ്ങനെ ആക്കന്നെ പറഞ്ഞു ഞാൻ ആക്കി തരാന്ന് പറഞ്ഞിട്ട് നല്ല കയ്യിലാക്കി തന്നെ. സ്പൂണെന്ന് അറിയന്, സ്പൂണെന്ന് അറിയാം. നമ്മള് കയ്യിലെന്ന് അറിയില്ലേണ്ട. അച്ഛനടി എന്തെല്ലോ ആക്രസാന്ന് ചാടിയിട്ടുണ്ട്. ഇതെല്ലാം പൊറുക്കി വെക്കണേ. അപ്പോൾ കുറച്ച് അടക്കിണ്ടായിന് അച്ഛൻ ഇതാ ഇരിക്കുന്ന. അപ്പോൾ നമ്മളെല്ലാവരും കുളിച്ച് ചായ കുറിച്ച് ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കലാണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ വരാം. ബൈ.